അല്ല, തടഞ്ഞത് ശരിയല്ല. കാരണം വെച്ചാൽ ഇഡിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ഹൈക്കോടതിന്റെ ഇത് പ്രകാരം അവർ വന്നിട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ പാർട്ടിക്കാരോട് തടയുന്നതും അത് കാറ് തല്ലിപ്പൊളിക്കുന്നതും ശരിയാണ്. ഒരു കേന്ദ്ര ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനം നമ്മുടെ എഴുതി വരുമ്പോൾ നമ്മൾ സഹകരിക്കേണ്ടത്. 30 വെള്ളം കുടിക്കുമെന്ന് പറയില്ലേ, തെറ്റ് ചെയ്തെങ്കിൽ എന്തായാലും അതിൻ്റെതായ ഒരു എഫക്ട് ഉണ്ടായിരിക്കും. തെറ്റ് ചെയ്തവനാണ് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇഡിയുടെ ഡ്യൂട്ടി എന്താണ്, അവർ ചെയ്തിട്ട് പോക്കോട്ടെ. നമ്മളതിന് പ്രതിഷേധിക്കുക, അവരുടെ വണ്ടി തല്ലിപ്പൊളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. കട്ടിട്ടുള്ളവരെ പേടിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ച് എന്തിനാ പേടിക്കണം? നമ്മൾ തെറ്റ് ചെയ്യാത്തവനെ സംബന്ധിച്ച് അവർ എന്ത് റെയ്ഡ് നടത്തിയാലും നമ്മളത് അതിനെ അനുകൂലിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അതും പറഞ്ഞ് ഇതിങ്ങനെ വയലൻ്റായി വഴിനീള ആക്രമണം നടത്തുകയും കാറ് തല്ലിപ്പൊളിക്കുകയും അതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇതാണ്. കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശിക്ഷപ്പെടുത്തുള്ളൂ, അല്ലാതെ നമ്മൾ ശിക്ഷപ്പെടുവോ? വണ്ടി ഉള്ളി പരിചയത്തിനകത്ത് ശിക്ഷ അവന്മാർക്ക് കൊടുക്കണം, ഏത് മനുഷ്യനാലും. അത് വെറും മോശം ആയ നടപടിയാണ്. നമുക്ക് മടി കനവില്ലെങ്കിൽ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അവര് വന്ന് ചെക്ക് ചെയ്തു പോട്ടെ, അത്രേ ഉള്ളൂ. ഇ ഡി വന്നേക്കണ ഇഡിയുടെ ഔദ്യോഗികമായിട്ടുള്ള വാഹനമല്ല കൊണ്ടുവന്ന് വാടക എടുത്തുകൊണ്ട് അവനെ വയറ്റത്ത് അടിച്ചേക്കണേ, അവന്റെ കഞ്ഞിയിൽ പാറ്റിയിട്ടതാണ് സത്യം. അന്വേഷണത്തിന് നമ്മൾ തടസ്സം നിൽക്കാൻ പാടില്ല. വാഹനങ്ങൾ തകർക്കാനായിട്ട് നമുക്ക് അധികാരമില്ല. ഇപ്പോൾ റെയ്ഡ് നടന്നു, അത് ഒന്നും കണ്ടെത്തിയില്ലെന്ന് ഇവർ തന്നെ പറയുന്നു. ഇപ്പൊ ഈ അറസ്റ്റ് ചെയ്തവരുടെ ജീവിതം, ഭാവി ജീവിതവും തകർന്നു പോയില്ലേ? ഈ പാർട്ടി ഏറ്റെടുക്കും. നിയമത്തിന്റെ വഴിക്ക് പോകണ്ടേ? കാരണം നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ലല്ലോ. അയാൾ തെറ്റാണോ ശരിയാണോ ചെയ്തെന്നുള്ള ഇടി തീരുമാനിക്കും. ഈ ഒരു വിഷയത്തെ ശരിക്കും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, നമുക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം, നമ്മുടെ KM ഷാജിയുടെ വീട്ടിൽ ഇതുപോലെ ഒരു റെയ്ഡ് വന്നു. അദ്ദേഹം കാണിച്ചൊരു സമീപനമുണ്ട്, ഒരു പ്രതികരണ രീതിയുണ്ട്. അദ്ദേഹം ആരുടെയും ഈ റെയ്ഡ് വന്നു എന്ന് പറഞ്ഞിട്ട് ആരുടെയും എന്താ പറയുക, കാറിൻ്റെ ചില്ല് തല്ലി പൊളിക്കുകയും വഴി നീള പ്രതിഷേധങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം കാണിച്ചൊരു സമീപനം, പ്രതികരണ രീതിയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഇത് നേരെ മറിച്ചാണ്. ഇത് പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ കാറിൻ്റെ ചില്ല് വരെ തല്ലി പൊളിച്ചിട്ടുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം? ജനങ്ങൾ അത് തന്നെയാണ് പറയുന്നത്.